SNDP യോഗം ചെറായി ആശാൻ സ്മാരക ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുസാഗരം ശ്രീനാരായണ ദർശന പഠന ക്ലാസ് 2ാം വയസ്സിലേക്ക് കടന്നതിന്റെ ഭാഗമായി നടന്ന ഗുരുസാഗരത്തിലെ പഠനോപകരണത്തിന്റെ വിതരണ ഉദ്ഘാടനം BB സഭ ട്രഷറർ റെജി നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് KR വിനീഷ് അധ്യക്ഷനായിരുന്നു. ശാഖാ സെക്രട്ടറി KP സന്തോഷ് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കുടുംബ കൺവീനർമാർ, ശാഖാ ഭാരവാഹികൾ, മറ്റ് മാതാപിതാക്കൾ എല്ലാവരെയും ഗുരുസാഗരം ശ്രീനാരായണ ദർശന പഠന ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ പഠനോപകരണ വിതരണത്തിന് വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടി സഭയുടെ ട്രഷറർ ശ്രീ റെജി അവരുടെ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുകയാണ്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമായും, നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാഗ്യം വേറെല്ലോതും മൊഴിയും ഓർക്കുകയും അകലും കുറവും ചെയ്യും മഹിമാനാദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക മഹാദേവ ദീനാപരപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. നമ്മൾക്ക് ജീവിതത്തിൽ ശാന്തതയാണ് അത്യാവശ്യമായ വേണ്ടത്. ശാന്തത വരണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ശ്വാസോച്ഛ്വാസം ക്രമമാക്കുക എന്നതാണ് നമുക്ക് വേണ്ടത്. ഈ ശ്വാസോച്ഛ്വാസം ക്രമമാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം ഉള്ളിലേക്കെടുത്തതിന് ശേഷം സാവധാനത്തിൽ ശ്വാസം താഴേക്ക് 3 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ഇത് ചെയ്താലും നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലും നിങ്ങൾ അതൊരു മാർഗരേഖ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എവിടെ ഇരുന്നാലും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇത്രയും കുട്ടികൾ നമ്മൾക്ക് നമ്മളുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഇത്രയും കുട്ടികൾ വന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മളുടെ സംഘടനയ്ക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിലെ എല്ലാ കുട്ടികളും മാതാപിതാക്കന്മാരും വന്നിരിക്കേണ്ട ഒരു ഇതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. നമ്മൾക്കെല്ലാം നല്ലത് എന്നുള്ള ഒരു ചിന്ത വരാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഗുരുദേവൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് സ്വീകരിക്കുന്ന വിധവും അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് ഈ കുട്ടിക്കാലത്ത് മുതൽ നിങ്ങളത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ വിതയ്ക്കാൻ പറ്റും. നന്മകൾ വിതച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? അത് വലുതായിട്ട് അത് നമുക്ക് നന്മകളിലേക്ക് ഈ ലോകത്തിന് തന്നെ നന്മയായിട്ട് വരും. നിങ്ങൾ ഓരോരുത്തരും നന്മയിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ ഗുണം ചെയ്യും, ഇല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള നമ്മൾ പല
വശത്ത് പല ചിന്തയിലും വരുന്ന ആളുകളാണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അതെല്ലാം ഒന്ന് ഏകീകരിക്കണം. ഏകീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്വാസത്തെ ക്രമപ്പെടുത്തണം. ഈ അന്തരീക്ഷത്തിലുള്ള ശ്വാസത്തെ നമ്മൾ ക്രമീകരിച്ച് ബ്രീത്തിങ്, ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതായിട്ട് ലയിച്ചു തരും. അതിനുശേഷം നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് വളരെയധികം കൂടുതലായിരിക്കും. ഇത്രയും കുട്ടികളുടെ മാതാപിതാക്കൾ ഈ കുട്ടികളെ വിട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ നമ്മുടെ ആശാസ്മാരക സംഘടന ശാഖയുടെ എല്ലാ വീട്ടിലെ കുട്ടികളും വന്ന് ഈ നമ്മുടെ ഈ സ്ഥലം മൊത്തത്തിൽ നടന്ന് അവർ ഈ ഗുരുദേവൻ്റെ വചനങ്ങൾ, നാമങ്ങൾ ഇതെന്തൊക്കെയാണ് നാം പഠിപ്പിക്കണം. അപ്പോൾ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഘടനയിലെ ഭാരവാഹികൾ തന്നെ ഈ കുട്ടികളെ, സ്വന്തം കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിരുത്താനും അത് പഠിക്കാനും ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇതിലേക്ക് നിങ്ങൾക്ക് പുസ്തക വിതരണമാണ്. എനിക്ക് കുറച്ച് നോട്ട്ബുക്ക് അറിവിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെടാനാണ്. നിങ്ങളുടെ എന്ത് മനസ്സിൽ തോന്നുന്നുവോ അതെല്ലാം ഈ പുസ്തകത്തിൽ കുറിച്ചിടുക. കുറിച്ചിട്ടതിന് ശേഷം വീണ്ടും അത് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നു നോക്കി ഒന്നും കൂടി കിട്ടും. അപ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ കൊള്ളും. നിങ്ങൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഒരു പോയിന്റ് എഴുതി വെക്കണം. എല്ലാ ദിവസവും നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ നമ്മ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്ന് വായിക്കാം. അപ്പം നമ്മുടെ തലച്ചോറിലേക്ക് അത് ഒന്നും കൂടി ഫീഡ് ചെയ്യും, നിറയും. അത് നല്ലതല്ലേ? നമുക്ക് ഓർമ്മശക്തി കിട്ടും. നമുക്കെല്ലാവർക്കും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക ഗുരുദേവൻ പറഞ്ഞതാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമുക്ക് വിദ്യ ഉണ്ടായാൽ നമ്മളിൽ കൂടി വരുന്ന എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മുടെ അച്ഛന്മാരും അമ്മമാരും ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാകാം, ഉള്ളവരും ഉണ്ടാകാം. എന്നാലും നമ്മൾ പറയാം. കൊച്ചുമക്കൾ പറയുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു സന്തോഷം ഉണ്ടാകും. എൻ്റെ മക്കൾ ഇത്രയും നല്ലോണം പഠിച്ചു, ഗുരുദേവനെ അറിയാൻ ശ്രമിക്കുന്നു അവർ. അത് തന്നെയാണ് ഏറ്റവും വലിയ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന നന്മ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മകൾ അതിനകത്ത് കുറിച്ചിടുക. അത് കുറിച്ചിട്ട് അത് വീണ്ടും എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മക്ക് വീണ്ടും തെളിച്ചം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. കുട്ടികളോടൊപ്പം നടന്നു നിന്ന ആ അനുഭൂതി ഇന്നുണ്ടാകുകയാണ്. ഇന്ന് ഇത് നിങ്ങൾ ഇന്ന് മാത്രം വരാനാണ് ഉദ്ദേശിക്കണം അല്ല. മൂന്നാമത്തെ ഞായറാഴ്ച രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇവിടെ വരുന്നത് വെറുതെ അല്ല. മൂന്നാമത്തെ ഞായറാഴ്ച ഈ ക്ലാസ്സിൽ വന്ന് വർത്താൻ പറയണേ. ഹലോ, മൂന്നാമത്തെ കാലത്തിൽ വർത്താൻ പറയുന്നത് മൂന്നാമത്തെ ഞായറാഴ്ച നിങ്ങളുടെ വീട്ടിൽ ഗാർഡിയൻസ് പറയും കല്യാണമുണ്ട്, വിരുന്ന് പോകണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഈ ക്ലാസ് മിസ് ചെയ്യാതെ മുടങ്ങാതെ എല്ലാവരും വരണം. എനിക്കിന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. എന്നിട്ട് പോലും നിങ്ങളുടെ ഒരു പരിപാടി ആയതുകൊണ്ട് ആ പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം എൻ്റെ കുട്ടികൾക്ക് നടക്കുന്ന ഒരു ക്ലാസ് സഭാംഗങ്ങൾക്ക്, വിദ്യാലയത്തിന്, നിങ്ങൾക്ക് ഈ ഗുരുദേവന്റെ പഠന ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് മാത്രം തരുന്ന പഠനോപകരണങ്ങൾ അല്ലേ, അത് വാങ്ങാത്തില്ല. അപ്പൊ നമ്മൾക്ക് പഠനോപകരണം നൽകുന്നു. ടീച്ചർ എന്താ പറഞ്ഞത്? നിങ്ങൾ മുടങ്ങാതെ ഒരു ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അത് മൂന്നാമത്തെ ഞായറാഴ്ച. എന്നാണ് മൂന്നാമത്തെ ഞായറാഴ്ച. മറക്കോ? ഇനി എല്ലാരും ഉറപ്പായിട്ട് വരുമോ? നമുക്ക് കിട്ടുന്ന, ഞങ്ങൾക്ക് കിട്ടാതെ പോയത്, ഞങ്ങൾക്ക് ആർക്കും അന്നത്തെ ഞങ്ങളുടെ കാരണന്മാരൊന്നും ഞങ്ങൾക്ക് ഗുരുവിനെ കുറിച്ചോ ഈശ്വരനെ കുറിച്ചോ പറഞ്ഞു തരാതിരുന്ന ഒരു കാലഘട്ടം. ഇന്നോ അറിവിന്റെ, നിങ്ങൾക്ക് ഗുരുവിനെ കുറിച്ച് അറിയാനും ഈശ്വരനെ കുറിച്ച് അറിയാനും കിട്ടുന്ന വേദി.
അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ വ്യക്തിത്വം, നിങ്ങളുടെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമുക്ക് കിട്ടേണ്ട കുറെ ആർജവങ്ങൾ ഇതെല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും. മനസ്സിലായില്ല? ഇവിടെ 3-4 പേര് കുട്ടികളിപ്പോ നല്ല പ്രഭാഷകരായി മാറിക്കഴിഞ്ഞു അല്ലേ? ഗുരുവിന്റെ കാര്യങ്ങൾ പറയാൻ 3-4 കുട്ടികൾ തയ്യാറായിരിക്കുകയാണ്. ഏത് നിമിഷവും ചോദിച്ചാൽ ഇവര് ചാടി ഇരുന്ന് എഴുന്നേറ്റെന്ന് പറയും. അതുപോലെ നമുക്കാകട്ടെ, നമുക്കിങ്ങനെ ഇരിക്കാം. ഒരു കാര്യം കൂടിയുണ്ട്, അത് വന്നിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് കൃഷി നമ്മളെ അകന്നു പോയല്ലേ? കൃഷി ശ്രദ്ധിക്കും. കൃഷി നമ്മളിൽ നിന്നും അകന്നു പോയി. നമുക്കൊന്ന് അടുപ്പിക്കണ്ടേ? അതിന് ഇന്ന് നിങ്ങൾക്ക് ചെണ്ടുമല്ലി പൂവിന്റെ തൈ തരും. ഇതിന്റെ ചെണ്ടുമല്ലി, ആ ചെണ്ടുമല്ലി ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് ഇപ്പൊ മഴയുടെ വെള്ളം ഒഴിക്കണ്ട, എന്നാൽ നടുപ്പിച്ചിട്ട് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് അതിനെ പരിപാലിച്ചാൽ നിങ്ങൾക്ക് ഓണത്തിന് മുറ്റത്തിനുള്ള എന്ത് കിട്ടും? പൂക്കൾ. എന്നിട്ടും അപ്പൊ നമുക്ക് ഇതൊരു പാഠം കൂടി ആവട്ടെ. എന്ത് പാഠം? കൃഷിപ്പാഠം കൂടെ ഇന്ന് തുടങ്ങിയാണ്. നിങ്ങൾക്ക് ഓരോ ചെണ്ടുമല്ലി തൈ തരും. അതുകൊണ്ട് നട്ട് പൂവെടുത്ത് ഒരു പൂ കൊണ്ടെന്ന് ഗുരുവിന് കൊടുക്കണം കേട്ടോ. ഒരു പൂ ആർക്ക് കൊടുക്കണം? ഗുരുവിന് അർപ്പിക്കണം. നടുമ്പോ പറയണം, ഞാൻ ഈ ചെടി നട്ട് വളർന്നിട്ട് ആദ്യണ്ടാവുന്ന പൂവ് ഞാൻ ഗുരുവിന് തരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞ് തരണം. ഇതാണ് എന്തായാലും ഒരു ആശംസയാണ് നിങ്ങളുടെ. നമുക്ക് ഈ സഭ, വിജ്ഞാനമന്ത്രി സഭ വന്നിട്ട് അവര് ചാർജ് എടുത്തിട്ടുള്ളൂ. എന്നാലും നിങ്ങൾക്ക് പുസ്തകങ്ങളും പേന് ഉപഹാരം നിങ്ങൾക്ക് തന്നതിൽ നമുക്ക് അവരോട് കടപ്പെട്ടിരിക്കല്ലേ? ഒരു കയ്യടി കൊടുത്ത സഭയ്ക്ക് വേണ്ടി എല്ലാവർക്കും നമസ്തേ. എല്ലാവരും കൈ കൊട്ടി പറ. എല്ലാവരും നമസ്തേ. ഉറക്കെ പറ. നമസ്തേ. ചൊല്ല്. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു. കൈ തുറന്ന് വിളിച്ച്. ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും ടീച്ചറിന്റെ പ്രണാമം. എല്ലാവർക്കും പ്രണാമം. കുറച്ച് നമസ്തേ. നമസ്തേ എന്ന് പറയുമ്പോൾ ഈ വാവ 1ാം ക്ലാസ് LKG പഠിക്കണം. പക്ഷെ അവരെ സ്കൂളിൽ പറയുന്നതാണ് മിസ്സിനോട് ഹരി ഓം മിസ്. അവരുടെ തുടക്കം എന്താണ്? ഹരി ഓം എന്ന് വെച്ചാൽ ശിവൻ. ആരാണ്? ശിവൻ. അവരെ സ്കൂളിൽ തുടങ്ങുന്നത് യോഗ പഠിച്ചു. അവര് ഇന്നലെ പിന്നെ കഴിഞ്ഞ ദിവസം യോഗാ ദിനം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരൊക്കെ ആലോചിച്ചിട്ട് ഒരു ചെറിയ യോഗയും ഒരു ധ്യാനവും ഒക്കെ തരാം കേട്ടോ. ക്ലാസ്സിൽ ടീച്ചർ ചെയ്ത് തരാം. അപ്പൊ അവർക്ക് യോഗ ദൈവദശകം കൈകൊക്കു. ദൈവദശകം ഒക്കു. അതാ ചൊല്ലിക്കൊടുത്ത നല്ല കുട്ടികൾ എങ്ങനെയാണ്? അവന് 5 വയസ്സായിട്ടില്ല. പക്ഷെ അവൻ ദൈവദശകം മുഴുവനും ചെല്ലും. എന്തുകൊണ്ടാണ്? അവന്റെ അമ്മ ഒരു ഗുരുദേവ ഭക്തയാണ്. അവന്റെ അമ്മ രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റാലും ദൈവദശകം ചൊല്ലിച്ചിട്ടേ പുറത്തോട്ട് കൊണ്ടുവരുള്ളൂ. നമ്മളെന്തുകൊണ്ടാകില്ല? നമ്മുടെ മക്കളെ എന്റെ അച്ഛനമ്മ എന്നെ പഠിപ്പിച്ചില്ല. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.